ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോളീസ് കുലീന. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കപ്പലണ്ടി കൊണ്ടുള്ള ചമ്മന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ കപ്പലണ്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് പാനിലേക്ക് തട്ടി കൊടുക്കുകയാണ്. അത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക്, ഞാൻ മുഴുവൻ മുളകാണ് ഇടുന്നത്. 3 മുളക് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ ചെറിയൊരു പീസ് പുളി, വളരെ ചെറിയൊരു പീസ് പുളിയും കൂടെ ഇതിൻ്റെ കൂടെ ഇടുന്നു. കപ്പലണ്ടി കരിഞ്ഞു പോകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ വളരെ ലോ ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുത്തത്. കണ്ടോ, ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട് കപ്പലണ്ടി. മുളകൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇപ്പോൾ കപ്പലണ്ടിയൊക്കെ തണുത്തു. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കപ്പലണ്ടി അരച്ചെടുത്തിട്ടുണ്ട്. കേട്ടോ, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം, നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ച കുറച്ച് വെള്ളം, നമുക്ക് പേസ്റ്റ് ആ രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ ഇഡലിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണിത്. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇതിലേക്ക് മല്ലിയില വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. മന്തിയിലേക്ക് താളിച്ചിടേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് 2 ഉണക്കമുളകും കൂടെ ഇട്ട് താളിച്ച് ഈ കപ്പലിൻ്റെ ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. കപ്പലിൻ്റെ ചമ്മന്തിയിലേക്ക് ഈ താളിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ കപ്പലണ്ടി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഡലിയുടെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.